ചേച്ചി ഒരു കൊറിയർ OTP എന്ന് പറഞ്ഞു തരൂ. ഒരു മിനിറ്റ് ഓക്കെ. പറയട്ടെ. 9468. അയ്യോ പോലെ എന്തും മഴയാ. അത്തോട്ട് കയറി. ഏയ് സാരില്ല, അടുത്ത ഡെലിവറി ഉണ്ട്. ഈ മഴയത്താണോ ഡെലിവറി? അത്തോട്ട് വാ. നല്ല മഴയല്ലേ, നല്ല ചൂട് ചായ തരട്ടെ. അതൊന്നും സാരില്ലാന്ന് ഇരിക്കേ. ഇപ്പൊ വരാം. എന്ത് ചൂടുണ്ടോ? ചൂടുണ്ടോ? ഇല്ലില്ല. മധുരം മധുരം ഇരുന്ന് കുടിക്ക്. ഇരിക്ക്. എനിക്ക് വേറെ ഡെലിവറി ഉണ്ട്. മതി. മുഴുവൻ കുടിച്ചില്ലല്ലോ. ഓക്കെ എന്നാ. ഈ മഴയത്തോ പിന്നെ പോവാം. അയ്യോ ഒരു മിനിറ്റ്. വരുന്ന എനിക്കറിയായിരുന്നു. എന്റെ മൊബൈല് ഇതല്ലേ? തരാം. എനിക്ക് പോണം. മൊബൈല് തോന്നിയതായിരിക്കും. ഇന്നലെ ആ മാട്ട സാധനം എടുക്കേണ്ടിയിരിക്കും. 32 വയസ്സായി, കല്യാണം നടക്കണില്ല. എസ്റ്റെങ്കിൽ എസ്റ്റ്. ചേട്ടാ എനിക്ക് എന്താ പറ്റിയ? സാരി എടുത്ത പെണ്ണ്. ചേട്ടാ സാരി ഒന്നല്ല എടുത്തു വന്നത്, ഈ ഒരു റെയിൻകോട്ടായിരുന്നു. ചേട്ടൻ വന്ന് ഈ കൊറിയർ തന്നതും ബോധം കെട്ടങ്ങൾ വീണ് ഞങ്ങള് പേടിച്ചു പോയി അല്ലേ? എന്താ പറ്റിയ? അയ്യോ വയ്യേ ചേട്ടൻ നിക്ക്, കുറച്ചേരം ഇരിക്കുവാണ്. വെള്ളം എടുക്കാൻ ഞാൻ. ഇല്ല സാരില്ല സാരില്ല. അല്ല മഴയൊക്കെ നനഞ്ഞ് വന്നോണ്ടായിരിക്കും, ചിലപ്പോ കുറച്ചേരം ഇരിക്കേ. ഞാൻ പോവാ. എന്തോ പ്രശ്നമുണ്ട്. ഇതിനവൻ എന്ത് മോട്ടസാനമാണ് ഒഴിച്ചു വന്നത്. നോക്കി കൊതുക്. ആരാ ആരാ എന്താ? ആരാന്ന്? നിങ്ങളിത് ഏത് വഴി ഇറങ്ങി? പിച്ചുമ്പയും പറഞ്ഞ താനാരാ? ഞാനല്ലേ കൊറിയർ ഇപ്പൊ തന്നത്. നിങ്ങക്ക് ഞങ്ങളിപ്പോ പുറത്തുനിന്ന് വന്നില്ലേള്ളൂ. ചുമ്മാ കളിപ്പിക്കലേട്ടാ. ഡ്രസ് മാറി ആളെ വടിയേക്കാനായിട്ട്. ഇയാളെന്ത് പിച്ചുമ്പയൊക്കെ പറയണ? ആ പോലീസിനെ വിളിക്കും. ഞാനെന്ത് തേങ്ങയോട് പറഞ്ഞ താക്കോല് ഞങ്ങളുടെ ഇല്ലല്ലേ, പിന്നെ അകത്തുനിന്ന് ആര് വരാനാ? ഞാൻ കാണിച്ചു തരാം. തുറക്ക്. എവിടെയോ വരും, വെയിറ്റ് ചെയ്യ്. എന്താ ചേട്ടാ എന്ത്? എന്താ ചേട്ടാ? മോനെ മോനെ എന്താ അവിടെ? ഞാനിവിടെ കൊറിയർ കൊടുക്കാൻ വന്നത്. ഈ വീട്ടിലാ? അവിടെ ആൾതാമസമൊന്നുമില്ല. 2 പെൺപിള്ളേർക്ക്. എന്റെ ദൈവമേ, അവിടെ പെൺകൊച്ചുങ്ങളൊന്നുമില്ല. കുറേ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന വീടാ.
മോൻ വേഗം ഗേറ്റും തുറന്ന് പോവാൻ നോക്ക്, രക്ഷപ്പെടെ വിട്ട്. ഇത് തുറക്കാൻ പറ്റണില്ല. അയ്യോ അന്ന് ഇങ്ങോട്ട് ചാടിക്കോ, വേഗം വാ. ചാട്, വാ 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 വാ. അയ്യോ മോൻ എന്തി കാണിക്കണേ? ഗേറ്റ് തുറക്കാൻ. താടി മീശയുടെ. അയ്യോ എന്റെ കാര്യം കൂടിയേക്ക. ഞാൻ പറഞ്ഞില്ലേ നീ എന്തൊക്കെ കാണാനിരിക്കണ. എന്റെ തേമേ വാ, വെള്ളം എടുത്തിട്ട് ഞാൻ വെള്ളം എടുക്കാൻ പറ്റാ. വാ ഞാൻ പോണേ. വാ വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്. വാ മോനി ധൃതി പിടിച്ച് മഴയത്ത് എവിടെ പോണയാ? ആ ഇവിടെ മഴയില്ല കണ്ടില്ലേ. വാ വെള്ളം കുടിക്ക്. ഞാൻ തുറന്നുതരാം, മാറ്റി. വാ വാ. എന്താ പിച്ചുമ്പയൊക്കെ പറയണ കിടന്ന്? എനിക്ക് വാ പോണ്ടേ? ഉറങ്ങിപ്പോയാ? എനിക്ക് വല്ലാത്തൊരു സ്വപ്നമുണ്ട്. ഒരു ബന്ധമില്ലാത്ത സ്വപ്നം. സ്വപ്നോ? ഈ 10 മിനിറ്റ് നാപ്പിലോ? സ്വപ്നത്തിലാണെങ്കിൽ അവളും മോളും. നിനക്കറി മിസ് ചെയ്യണ്ടല്ലേ? മിസ് ചെയ്യണമൊന്നുമില്ല. പിന്നെന്താ, കുറ്റബോധമാണോ? അത് പിന്നെ ഉണ്ടാവൂലേ. ഋതു ഇപ്പൊ എവിടെയിരിക്കും? അവളിപ്പോ വീട്ടില്. എന്ത് ചെയ്യണായിരിക്കും? അവളിപ്പോ എന്നെ മോളെ നോക്കിയിരിക്കുന്നുണ്ടാവും. അതെന്താ നിനക്കത്ര ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്. ഇത് കേൾക്കുമ്പോ എടാ അതാവർപ്പം ഒക്കെ ഉണ്ടാവില്ലേ, നിന്റെ ലോകം അവളും മോളും ആണെന്ന്. അങ്ങനെയല്ലേ അവളും ചിന്തിക്കുക. എന്നിട്ട് നീ ഇപ്പൊ ഇവിടെ എൻ്റെ അടുത്തിരിപ്പില്ലേ? അപ്പൊ അതോ? നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ? നീ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇപ്പം ഇത് വേറൊരാളുടെ റൂമില് വേറൊരാൾക്ക് വേണ്ടി ഇങ്ങനെ എന്നെ പോലെ. നീ ഇറിറ്റേറ്റ് ആവണ്ടല്ലേ. നിനക്കാവാങ്കി അവക്ക് എന്തൊന്നും പാടില്ലേ? അതല്ല, അവൾക്ക് ഞാനും മോളുമാണ് അവളുടെ ലോകം. അതിനെ ഞാൻ ചോദിച്ചേ. ആ ഉറപ്പ് അവക്കുണ്ടാവൂലേ? എല്ലാ ആണുങ്ങളും ഒരേപോലെ അല്ല, എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ അല്ല. നമുക്ക് ആരുടെയും മനസ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ. അവൾ അങ്ങനത്തെ പെണ്ണല്ല. ഓഹോ, അപ്പൊ ഞാനെന്താ പെണ്ണല്ലേ? അവള് നിന്നെ പോലത്തെ പെണ്ണല്ല. നീ മറന്നോ? നമ്മളെന്നെ കാണില്ല മിണ്ടില്ല എന്നൊക്കെ അല്ലേ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് അല്ലേ? ശരിയാണ്. മതിയായി. എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ട്? നിനക്കും അങ്ങനെ തന്നെയല്ലേ? ശരി, എനിക്കും അങ്ങനെ തന്നെ. എനിക്കും ലൈഫിലോട്ട് തിരിച്ചു കയറണം. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യില്ല. ആ ഉറപ്പ് ഞാൻ നിനക്ക് തരാം. നീ എത്ര ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറഞ്ഞാലും നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കണോളം കാലം നമ്മുടെ ഈ റിലേഷൻഷിപ്പ് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അതല്ലേ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ശിക്ഷ. അതങ്ങനെ കൂട്ടിയാൽ മതി. ശരി പോട്ടെ, ഇറങ്ങണ്ടേ? ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ നിന്ന് എത്തോ? മൊത്തത്തിൽ ഒഴിവാക്കാണല്ലേ? ഭയങ്കര ഡെക്കറേഷൻ ആണല്ലോ. വാവ്, എൻ്റെ ഫേവറേറ്റ് കളർ. കൊള്ളാട്ടോ. അപ്പം നിനക്ക് സെലക്ഷനൊക്കെ ഉണ്ട്. ഇത് എൻ്റെ സെലക്ഷൻ അല്ല, ഋതു മേടിച്ചു തന്നതാ. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഗിഫ്റ്റ് കൊടുക്കാനെന്ന് പറഞ്ഞപ്പോൾ അവൾ സെലക്ട് ചെയ്ത് തന്നു. ഋതുവിൻ്റെ സെലക്ഷൻ എല്ലാം അടിപൊളിയാണല്ലോ. അപ്പം ഞാൻ പോട്ടെ.